ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. പോയി നോക്കാം. ചേട്ടാ വിട്ടേ ചേട്ടാ. ചേട്ടാ എനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ല. ചേട്ടാ വിട്ടേന്ന്. സോറി ചേട്ടാ, ഞാനേ ഡാൻസ് ചെയ്യാനുള്ള മുള്ളൊന്നുമല്ല. നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഹാപ്പി ഓണം. എന്നാലും താൻ എത്ര വലിയ റിസ്കാണ് എടുത്തത്. മഞ്ജു പറഞ്ഞ ഉറപ്പായിട്ടും തന്നെ അറസ്റ്റ് ചെയ്യും. ചേച്ചിക്ക് അതിനുള്ള യോഗം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. ഓണമായിട്ട് വക്കീലിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജയിലിൽ ചാടിയതുകൊണ്ട് എന്താ പ്രയോജനം? പിന്നെ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ അക്കമ്മയും കൂട്ടരും ഇവിടെ ഇപ്പൊ ഇല്ലേ? താൻ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ തനിക്ക് വരാൻ എളുപ്പമായിരുന്നില്ലേ? പിന്നെ ആ വീടിന് ചുറ്റും മഫ്റ്റിയിൽ പോലീസുകാരുണ്ട്. ഇതൊരു പോലീസുകാരിയുടെ വീടായതുകൊണ്ട് ഞാൻ വരില്ല എന്ന് അവരെ കരുതി കാണും. അതാ ഇവിടെ പോലീസുകാരില്ലാത്തത്. ഇവിടെ ആവുമ്പോ വക്കീലിനെ കണ്ട് മനസമാധാനമായിട്ട് കുറച്ചേരം സംസാരിച്ചിരിക്കാന്ന് കരുതി. അപ്പൊ ഇതാണല്ലേ കാര്യം. ശരിയാക്കി തരാം. മഞ്ജു, ഞാനിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വീട്ടിലേക്ക് കയറി വന്നത് മഞ്ജുന് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. സോറി. ഞാൻ മഞ്ജുവിനെ ബുദ്ധിമുട്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ വന്നതല്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണെങ്കിലും എന്താ കാര്യം? സംഭവിക്കുന്നത് ദ്രോഹം തന്നെയല്ലേ? ജയിലിൽ നിന്ന് മഹിമയെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും കരുതിയില്ല. ഒരു കാര്യം ഞാൻ മഞ്ജുവിന് ഉറപ്പു തരാം. മഹിമയ്ക്ക് ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. അവളുടെ സുരക്ഷ നിങ്ങളുടെയല്ല, എന്റെ ഉത്തരവാദിത്വ. മഹിമ എന്റെ അനിയത്തിയ. അവളെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. ഇനി അവളെ എന്റെ കൈ കിട്ടിയാൽ തല്ലിയിട്ടാണെങ്കിലും ഞാൻ അവളെ നേർവഴിക്ക് കൊണ്ടുവരും. യൂണിഫോം ഊരിവെച്ച് അവളുടെ ഒരു ചേച്ചിയായി മാത്രം ഞാൻ ജീവിക്കും. അവൾ ഇനി ഒരിക്കലും തെറ്റായ വഴി തിരഞ്ഞെടുക്കരുത്. ഇനി ഒരിക്കലും ഞങ്ങൾക്കിങ്ങനെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഓണമായിട്ട് മഹിമ പോലീസിനെ പേടിച്ച് തെക്കും വടക്കും ഓടുമായിരിക്കും. നിങ്ങളുടെ വാക്ക് കേട്ട് ജയിലിൽ ചാടിയതുകൊണ്ടല്ലേ അവൾക്ക് ഈ അവസ്ഥ ഉണ്ടായത്? ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓണം ആഘോഷിക്കായിരുന്നു. അവള് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാ ഞങ്ങൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കാതിരിക്കുന്നത്. അവൾക്ക് എന്റെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാ അവള് ജയിലിൽ ചാടിയത്. ഞാൻ കുറച്ചു നേരത്തെ ജയിലിലെത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇതൊന്നും മഞ്ജുവിന്റെ കുറ്റമല്ല. അതെനിക്കറിയാം മുകുന്ദ, എല്ലാം ഇവരുടെ കുറ്റമാ. ഇപ്പോഴാണെങ്കിലും മഹിമയോട് കീഴടങ്ങാൻ പറയുന്നതിന് പകരം അവളെ ഇങ്ങനെ പിടികൊടുക്കാതെ നടക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവരാണ്. ഗോപാലന്റെ കാശ് വാങ്ങി ജോലി ചെയ്യുന്ന അനിതയെ പോലുള്ള ആരുടെയെങ്കിലും കയ്യിൽ അവൾ പെട്ടുപോയാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. മഹിമ എനിക്ക് എന്റെ മോളെ പോലെയാ. അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല.
ഇത് മാധവന്റെ മകളാ പറയുന്നത്. മഹിമ എവിടെ? അവിടെയുണ്ട്. മഹിമേ, ചേച്ചിക്ക് ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ട്. പിന്നെ ഉണ്ടാകാതിരിക്കുമോ? ഈ കേസ് തീർന്നാ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. മോള് വക്കീലിന്റെ കൂടെ ഓണം ആഘോഷിക്കണമെന്നല്ലേ ആഗ്രഹിച്ചുള്ളൂ. ഇപ്പോ മഞ്ജുവിന്റെ കൂടെ ഓണം ആഘോഷിക്കാനുള്ള അവസരം കിട്ടിയില്ലേ? അതാണ് ദൈവനിശ്ചയം. ഹലോ ഹലോ, ഐശ്വര്യ മാഡം അല്ലേ? അതെ, ആരാണ്? ഞാൻ ആരാണെന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ആ മഹിമയെ പിടിക്കാൻ എന്തേലും ഉദ്ദേശമുണ്ടോ? അതോ ഇനി നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരാളുടെ മകളായതുകൊണ്ട് കയറൂരി വിട്ടിരിക്കുകയാണോ? സൂക്ഷിച്ച് സംസാരിക്കണം. മഹിമയെ ഞങ്ങൾ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും. ആണോ? എന്നാ അവൾ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എവിടെയാ? നിങ്ങളുടെ തന്നെ സ്റ്റേഷനിലെ CPO മഞ്ജുവിന്റെ വീട്ടിലുണ്ട്. ഇനിയെങ്കിലും അവളെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതോ ഇനി അതിന് ഞാൻ തന്നെ വേണ്ടി വരുമോ? നീ ആരാന്ന് പറയടി. എന്തിനാ? ടിപ്പ് തന്നേന് എന്തേലും സമ്മാനം തരാനാണോ? അതൊന്നും വേണ്ട. നല്ലൊരു പൗരയുടെ ഉത്തരവാദിത്തം നിറവേറ്റിയതാ. ബാക്കിയൊക്കെ നിങ്ങൾ പോലീസുകാരുടെ കഴിവ് പോലെ ഇരിക്കും. പുതിയ സിമ്മിൽ വിളിച്ചോണ്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. അമ്മേ, വാമേ, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാമ. അമ്മയില്ലാതെ എന്ത് സെൽഫി? വീഡിയോ ഒന്നും വെച്ചേക്കല്ലേ? പ്രീതി കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവളെ കണ്ടാലതറിയാം. ചേച്ചി മഹിമയും കൂട്ടി എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക്.